ഇതാണ് ഇതിൻ്റെ TVS RTR 310 ദ പെർഫെക്റ്റ് ടൂറിംഗ് മോട്ടോർ സൈക്കിളേക്ക് വേണ്ടി പെർഫെക്റ്റ് ഫോർ ട്രാവലിംഗ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഡാഷ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തത്. ഫ്രണ്ട് ഈ ക്യാമറ ഉണ്ട്. ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് 24 hours വണ്ടി ഓടിക്കാൻ ഫുൾ ടൈം റെക്കോർഡിംഗ് ആയി ലൂപ്പ് റെക്കോർഡിംഗ് ആണ് ചെയ്തത്. അത് SD കാർഡിലോട്ട് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിന് ഇൻബിൽറ്റ് ആയിട്ട് GPS ഉള്ളതുകൊണ്ട് എല്ലാ ഡാറ്റ വീഡിയോ ഫുട്ടേജിൽ എല്ലാ ഡാറ്റയും കിട്ടുന്നു. നമ്മൾ എവിടെയായിരുന്നു, ടൈം എത്ര സ്പീഡാണെന്ന് വരെ ഇതിൽ കാണിക്കുന്നതാണ് കേട്ടോ. മാത്രമല്ല ഈ ഡാഷ് ക്യാം യൂണിറ്റിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ ഗൂഗിൾ മാപ്സ് എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഈസിലി നാവിഗേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന. മാത്രമല്ല ഇത് വണ്ടി കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ബാറ്ററി എടുക്കുന്ന ഓണായി തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ വണ്ടി ഓഫ് ആയിക്കുന്ന സമയത്ത് യാതൊരു ബാറ്ററി ഡ്രെയിനും ഉണ്ടാവില്ല. മാത്രമല്ല ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ ക്യാമറ ഗിയേഴ്സും അതുപോലെ വൈസസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആക്സോണിൻ്റെ 25 ലിറ്ററിൻ്റെ എക്സ്പാൻഡബിൾ ടാങ്ക് ബാഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒരു ടെയിൽ ബാഗും കൊടുത്തിട്ടുണ്ട്. ആക്സോണിൻ്റെ 40 ലിറ്റർ ഡ്രൈ പാക്കാണ് കൊടുത്തിരിക്കുന്ന വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ലഗേജ് ക്യാരിങ് സിസ്റ്റമാണ്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് മൗണ്ട് ചെയ്ത് വെക്കാനുള്ള സ്ട്രാപ്സ് വരെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു USB Type A യും Type C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് TVSൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ സീറ്റ് ആട്ടോ. ഈ സീറ്റിൻ്റെ ഈ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ചൂടാക്കാനും പറ്റുന്ന, തണുപ്പിക്കാനും പറ്റുന്ന കേട്ടോ. അതുമാത്രമല്ല RTR 310 ഓൾറെഡി കുറേ ടൂറിംഗ് കേപ്പബിലിറ്റി ഉണ്ട് കേട്ടോ. ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ക്വിക്ക് ഷിഫ്റ്റർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഫ്യൂൽ എക്കോണമി തന്നെ ഏകദേശം ടാങ്ക് ടു ടാങ്ക് ചെയ്യുമ്പോൾ തന്നെ 35 km/L കിട്ടുന്നത്. എങ്ങനെയുണ്ട് സാധനം?